എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മൾ ഇനി എന്നാ പ്രോഗ്രാം? അത് നമ്മൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ അമ്മയുടെ വീട്ടിൽ വന്നു കട്ടപ്പനയിൽ. ഇന്നിനി നമ്മൾ ഇപ്പോൾ ഉച്ചയാവാറായി. ഓണത്തിൻ്റെ അന്ന് നമ്മളിനി അമ്മച്ചീനെയൊക്കെ കാണാൻ വേണ്ടി കോരിത്തോടിന് പോവാ. അച്ചമ്മച്ചി അവിടെയാ. ഈ കേശു എന്നെ മിണ്ടായിരിക്കുന്നത്? മിണ്ടത്തില്ല. ചില സമയത്ത് അങ്ങനെ അല്ലേ? വീഡിയോ എടുക്കുമ്പോൾ അതുകൊണ്ടോ അപ്പോൾ ഇങ്ങോട്ട് തിരിയാതിരിക്കുന്നുണ്ടോ? നമുക്ക് എല്ലാം നമുക്ക് പോവാം. അപ്പോൾ നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം. നമുക്ക് കോരത്തോട് വരെ പോയിട്ട് വരാം എല്ലാവരും കൂടെ. അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ട് ഒന്ന് വഴിക്ക് വേണമെങ്കിൽ ഒരു സർപ്രൈസ് കൊടുക്കാം. കൊച്ചിച്ചായൊക്കെ വീട്ടിലുണ്ട്, എല്ലാവരും ഉണ്ട്. അവരവിടെ ഓണം ആഘോഷിക്കാനുള്ള പരിപാടിയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് അവരോട് പറയാതെ അവിടം വരെ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞേ. എങ്ങനെ കുഞ്ഞി പോയാലോ? കുഞ്ഞി പോവാം. നമുക്ക് അവിടെ നിന്ന് കയറിയിട്ട് അങ്ങ് പോകാം. കണ്ടോ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടോ? കറക്റ്റ് അതുപോലത്തെ മഴയായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരു ശകലം ഒന്ന് തോർന്നു ഇപ്പുണ്ട്. ഈ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ പെയ്തില്ല അല്ലേ? എത്ര രാത്രിയൊക്കെ എന്നാ മഴയായിരുന്നു. ഓണം മുഴുവൻ മഴയിലായിരുന്നു. അതുകൊണ്ട് ഒരിടത്ത് ഓണാഘോഷ പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മഴയത്ത് ആൾക്കാരെല്ലാം ഓഡിറ്റോറിയങ്ങളിലുള്ള ആഘോഷമൊക്കെ ഉള്ളു. ഇല്ലെങ്കിൽ വഴിയിലൊക്കെ വടംവലിയും അതും ഇതൊക്കെ ആയിട്ട് ആൾക്കാരെ കാണുന്നല്ലായിരുന്നു. വലിയ തിരക്കില്ല. വഴിയിൽ തിരക്കില്ല. വന്ന് നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി. ഇത് വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടം പോലെ തന്നെയാ. പക്ഷെ വഴിയിൽ നിന്ന് മേളിലാന്നുള്ളതേ ഉള്ളൂ. ഇവിടെ വരുമ്പോ റോഡിന്റെ അടിയിൽ കൂടെ കണ്ടത് പോകും. ഇവിടെ ഒരു കലിങ്ങിന്റെ അടി വഴി അങ്ങ് പോവാ. ചിന്നാറ്റിലോട്ട് പോകും. ചിന്നാറ് കണ്ടോ? തേയിലയൊക്കെ നല്ല അടിപൊളിയായിട്ടായി മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കിനും. ഈ വഴി നല്ല രസമാണ് പണി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും. മലനിരകളെല്ലാം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടോ? മഴ അങ്ങ് മാറിയോണ്ടേ. കർക്കിടകത്തെ മുഴുവൻ വെയിലും തെളിഞ്ഞിട്ട് ഞാനതാ ചോദിച്ചേ, ഇനി ഓണം കഴിഞ്ഞു പോയായിരുന്നു. ഓണം കഴിഞ്ഞു പോയായിരുന്നു അല്ലെ? കഴിഞ്ഞ മാസം അല്ലായിരുന്നു വെയിലൊക്കെ? ചിങ്ങമായപ്പോഴത്തേക്കും നല്ല മഴയായി. മഴക്കാലമായി. ചിലപ്പോ ഒന്ന് തലതിരിഞ്ഞാന്ന് തോന്നുന്നു ഒരു മാസം. മഴയൊക്കെ മാറി മാറി വന്നപ്പോഴത്തേക്കിനും ആൾക്കാരൊക്കെ വഴിക്കിടക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഏലപ്പാറയ്ക്ക് മുന്നിലായിട്ട് നല്ല അടിപൊളിയായിട്ടൊരു സിപ്പ് ലൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ലോങ്ങിലാണ് വരുന്നത്. വാഗമണ്ണ് പോകുന്ന റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് ടൈഫോയ്ഡ് എസ്റ്റേറ്റിൻ്റെ കവർ ചെയ്ത് മെയിൻ റോഡിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് പണിത് വരുന്നുണ്ട്. അങ്ങനെ കുട്ടിക്കാനം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും കണ്ടോ മഞ്ഞുമായി നല്ല വൈബായി കേട്ടോ. കുറെ വണ്ടികളൊക്കെ കയറി വരുന്നു ഇറങ്ങിപ്പോകുന്നൊക്കെ ഉണ്ട്. കുറെ പേര് വഴിയിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കണ്ടു. ഓണസദ്യയൊക്കെ അത് നമുക്ക് വൈകുന്നേരം ചെന്ന് കഴിക്കാം. ഇപ്പം നമുക്ക് പോകുന്ന വഴിക്ക് ഒന്ന് രണ്ടിടത്ത് നമുക്ക് കയറാം. അവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിച്ചു പോകാം. എന്നായതുകൊണ്ട് എവിടെ ചെന്നാലും പട്ടിണിയാകുകയല്ല. ബസ്സുണ്ട് കേട്ടോ. ബസ് ഇഷ്ടം പോലെ ഓടുന്നുണ്ട്. എന്നാലും മഞ്ഞ് കയറി അങ്ങ് മറയുക അല്ലേ. അങ്ങനെ നമ്മള് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളെല്ലാം കണ്ട് നമ്മള് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. വളഞ്ഞങ്ങാനം താളുണ്ട് കേട്ടോ. ഇന്നേ ഇവിടെ ഈ ശബരിമലയ്ക്ക് പോയിട്ട് വരുന്ന സ്വാമിമാരുടെ വണ്ടിയെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ മുണ്ടക്കയം കൂട്ടിക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏന്തയാർ എടുക്കാറായി കേട്ടോ. ഈ ഏന്തയാർ ഇനി നമ്മൾ മുക്കളം മല മൊത്തം കയറണം. ആ മലയുടെ മേളിൽ ചെല്ലണം. അതുകൊണ്ട് അങ്ങ് കാണുന്ന മല കണ്ടോ? അതിൻ്റെ മേളിൽ ചെല്ലണം നമുക്ക്. അപ്പോൾ നമുക്ക് ആ മല കയറിയിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ചോറുണ്ണാം കേട്ടോ. കണ്ടോ അവിടെ കണ്ടോ? അത് കണ്ടോ? അവിടെ എല്ലാം വെള്ളത്തിൽ കല്ലെല്ലാം വഴി വന്ന് കിടക്കുന്നുണ്ടോ? നമ്മൾ ശരിക്കും ഇതാണ് മുക്കളം ചപ്പാത്തി. ചപ്പാത്തി കടന്ന് വേണം നമുക്ക് പോകാൻ. വെള്ളത്തിൽ കൂടെ കടന്ന് നമ്മൾ അക്കരെ കയറി. എങ്ങനെയുണ്ടായിരുന്നു ഓണം? ഓണം അടിപൊളിയല്ലായിരുന്നോ? ആണോ? നല്ല സൂപ്പർ പരിപാടിയായിരുന്നു അല്ലേ? എത്ര കാലം കൂടിയാണ് വീട്ടില് ഓണത്തിന് നിൽക്കുന്നത്. എല്ലാരും കൂടെ കൂടിയൊരു ഓണം ഒത്തിരി നാൾ കൂടിയിട്ടാ അല്ലേ? അതെ അതെ. അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നവരൊക്കെ വന്നു, എല്ലാരും കഴിച്ചു. അതെ, ഞങ്ങളിപ്പോ ഇതേ വന്നതുള്ളൂ. ഞങ്ങൾ വന്ന് കയറി. എന്നാൽ ഞങ്ങളും കൂടെ കഴിക്കാം. നിങ്ങൾ കഴിക്കേ. എന്റെ ആയുർവേദ പൂക്കളം കണ്ടില്ലല്ലോ? ആയുർവേദ പൂക്കളം ഇപ്പൊ കാണാം. അതും കൂടെ ഒന്ന് കണ്ടേക്കാം. മൊത്തം ആയുർവേദ പൂക്കൾ ഇട്ടാണോ ചെയ്തേ? അതെ, മൊത്തം ആയുർവേദം മാത്രമേ ഉള്ളൂ. നിൽക്കുന്ന സാധനങ്ങൾ മാത്രമാണ്. ഏലക്കായും ഗ്രാമ്പൂന്നും ഇല്ലെന്നേ ഉള്ളൂ. ബാക്കി സാധനം എല്ലാം ഉണ്ട്. തുളസി, പനിക്കൂർക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്. എവിടെ കുഞ്ഞി ഓണസദ്യ? കൊള്ളാം, അടിപൊളിയല്ലേ? അപ്പൊ എല്ലാരും ആവശ്യത്തിന് കഴിച്ചോ കേട്ടോ.
ഇനി ബാക്കി നമുക്ക് കോരത്തോട്ട് ചെന്നൂടെ കഴിക്കണം. അമ്മ എവിടെയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ പോയി കഴിച്ചില്ലെങ്കിൽ അത് വിളിച്ചു പറഞ്ഞുണ്ടാക്കിപ്പിക്കുക. അതാ പറഞ്ഞേ. അപ്പോൾ പെട്ടെന്ന് കഴിച്ചു. ഇതാണോ നമ്മുടെ ആയുർവേദ പൂക്കളം? ഇതാണ് ആയുർവേദ പൂക്കളം. ഇത് ആയുർവേദം എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാകത്തില്ല. അതെ. ഇത് തുളസി, ആ പനിക്കൂർക്ക സാധനങ്ങളൊക്കെ. ഇത് തുളസി, ഇത് ചെമ്പരത്തി, ഇത് പനിക്കൂർക്ക, ഇതെല്ലാം നമ്മുടെ മുറ്റത്തുള്ള സാധനങ്ങളാണ്. ഒന്നും അവിടെ ഇവിടുന്ന് പറിച്ചിട്ടില്ല. ഒന്തിയാർവട്ടം, പിന്നെ പുളിയില അന്ന് വേണ്ട സകല സാധനങ്ങളും വെച്ച് നമ്മൾ ഇവിടെ തന്നെ ഉള്ള ഒരു സംവിധാനങ്ങളെല്ലാം വെച്ച് നല്ല അടിപൊളി പൂക്കളം വെച്ചല്ലേ. ഒരു രൂപ മുടക്കില്ലാതെ. അതെ അതെ, കൊള്ളാലോ ആന്റി, നല്ല പൂക്കളമായിരുന്നല്ലോ. ഇവിടെ ആദ്യത്തെ സംഭവം അതെ അല്ലേ. അറിയോ, നമ്മളിവിടെ ഓണത്തിന് നിൽക്കാറില്ല. ഒന്നേ കൊടുത്തോണ്ട് പോകല്ലേ, ഏറ്റുമാനോട്ട് പോകും. അതെ, അങ്ങോട്ടോ പോവാറില്ല. ഇതിപ്പോ ഏതായാലും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിള്ളേരെല്ലാം കൂടി എല്ലാ പരിപാടിക്കും. അടുത്ത പ്രാവശ്യം നമുക്ക് ഓണം അടിപൊളിയാക്കണം കേട്ടോ. മൊത്തം പേരൂടെ കൂടി എങ്ങനെയും സെറ്റ് ആക്കണം. അങ്ങനെയാണ് നമ്മൾ റിസോർട്ട് കൊടുക്കേണ്ടി വരും. അത് കുഴപ്പമില്ല, എവിടെയെങ്കിലും അതുകൊണ്ട് നമുക്ക് അവിടെ അടുത്ത വർഷത്തേക്കാവും. മൊത്തം പേരെ അങ്ങോട്ടാക്കിയത്, ഓണത്തിന്റെ അവിടെ ആക്കിയത്. പിന്നല്ല. അതെ 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 അതെ. അതെ, ഇത് കൊള്ളാം. ഇത് നല്ല അടിപൊളി പൂക്കളമല്ലേ, നല്ല സെറ്റപ്പ് പൂക്കളമല്ലേ. കണ്ടോ? പോയി. അതെ അതെ അതെ. കുഞ്ഞാപ്പി എങ്ങനെ ഉണ്ടായിരുന്നു പൂക്കളം? ആണോ? കുഞ്ഞാപ്പിക്ക് പൂക്കളമൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. രാവിലെ തൊട്ട് കാപ്പി ഓണം പറഞ്ഞോണ്ടിരിക്കുക. കാപ്പി ഓണം പറഞ്ഞായിരുന്നു. ഹാപ്പി ഓണം. പൊന്നൂന് മിണ്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അല്ലേ? കുഞ്ഞാപ്പി പറഞ്ഞാലേ. ഹാപ്പി ഓണം. അപ്പൊ ഞങ്ങളേതായാലും വന്ന് നല്ല അടിപൊളിയായിട്ട് ഓണസദ്യയൊക്കെ കഴിച്ച്. സദ്യയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ, അടിപൊളി സദ്യയായിരുന്നു. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അകത്താ അതിന്റെ ആൾക്കാരല്ലേ. നമ്മളൊരു തേങ്ങ പോലും ചെറിയ കൊടുത്തിട്ടില്ല. നമ്മൾ പൂക്കളത്തിന്റെ പറയാൻ നടക്കായിരുന്നു. ഇത് മാത്രമേ ഉള്ളൂ. പൂക്കളം അടിപൊളിയായിരുന്നു കേട്ടോ. അതിനാ വെച്ചാൽ ഞാൻ പിള്ളേരുടെ മൈൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ 3 പിള്ളേരും കൂടെ പൂക്കളം ഇട്ടു. പിന്നല്ലാതെ നമ്മൾ യുവത്തന്നല്ലേ. അപ്പൊ ഞങ്ങളേതായാലും ആകസ്മികമായിട്ട് വന്ന് കയറിയതാ. ഞങ്ങള് നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ വന്ന് കയറിയതാ. ഒരു പ്രാവശ്യം ഓണത്തിന് ആരും കാണുകയില്ല. ഇല്ല. അപ്പൊ ഈ പ്രാവശ്യം എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലേം കൂടെ കയറിയിട്ട്. അല്ല, ഇത്രയും കാലമായിട്ട് ഇവിടെ ഓണത്തിന് ഇങ്ങനെ വീട്ടിൽ നിന്നിട്ടില്ല. ഈ പ്രാവശ്യം നിൽക്കുന്നേ. അത് പിന്നെ ഇവരെല്ലാം ഉണ്ടായിരുന്നാലും അതുകൊണ്ട് പിന്നെ എന്നാ ഒരു പൂക്കളം ഇട്ടേക്കാന്ന് വെച്ച് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. നല്ല മുടക്കുന്ന പൂവൊക്കെ മേടിച്ചിട്ട് വരായിരുന്നു. മുറ്റത്തുണ്ടായിരുന്ന സാധനം എല്ലാം കൂടെ പെറുക്കി. അതെ, ഒരു വെറൈറ്റി പിടിച്ചതാ. വലിയ പണിയൊന്നും ഇല്ലല്ലോ. എല്ലാം കൊള്ളാം, നല്ല സെറ്റായി കേട്ടോ. പിന്നെ ഞങ്ങളാണേലും എന്നാ ഇനിയിപ്പോ കോരത്തോട്ടിലൂടെ ചെന്നിട്ട് വേണം പോകാനായിട്ടേ. അവിടെ വല്യമ്മ വല്യച്ഛനെയും കൂടെ ഒന്ന് കണ്ട്. അമ്മ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ സദ്യ ഉണ്ടാക്കി വെച്ചു. ഇനി അവിടെ ചെന്ന് കഴിച്ചില്ലെങ്കിൽ അമ്മ പ്രശ്നം ഉണ്ടാകും. ഇതിനെക്കാട്ടി വലിയ പ്രശ്നമായിരിക്കും. അല്ല, പോകുന്നില്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് നമുക്കൊരു ഓണക്കളികളൊക്കെ വെച്ച് ഇവിടെ കൂടാം. പക്ഷെ ഇല്ല, എനിക്ക് വെളുപ്പിനെ ചെല്ലണം, അങ്ങ് ചെല്ലണം. അപ്പൊ അവിടെ കോരത്തോടും കൂടെ പോയിട്ട് വേണം ഇനി പോകാനായിട്ട്, പണിക്ക് പോകാൻ. ഈ പ്രാവശ്യം നിന്നെ ഓണത്തിന്റെ ഓണാവധിക്ക് നിന്റെ കൂടെ വണ്ടി പറഞ്ഞെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. പോയി. അതെന്നറിയോ, മഞ്ചേരിയില ലോഡ് കൊണ്ട് ഇറക്കിയത്. പിറ്റേ ദിവസം രാവിലെ, അതായത് രാത്രിക്ക് ബുധനാഴ്ച രാത്രി ലോഡ് ഇറക്കി, വ്യാഴാഴ്ച രാവിലെ അവിടെ നിന്ന് ലോഡായി. അങ്ങനെ വണ്ടി കയറി പോയി. ഞാൻ പിന്നെ അവിടെ നിന്ന് ബസ്സിന് കയറി പോരുകയും ചെയ്തു. അതാ, അത് ഒരു കണക്കിന് പോകാത്ത നന്നായി. 2-3 ദിവസം ഇന്ന് ബോംബെലാ വണ്ടി ലോഡായിട്ടില്ല. ആയിട്ടില്ല. ഇപ്പൊ സീസൺ കഴിഞ്ഞില്ലേ? സീസൺ കഴിഞ്ഞു. ഇനിയിപ്പോ മടുപ്പായിരിക്കും. പിന്നെ മഴയൊന്നും ഇല്ല കേട്ടോ, വെയിലായി, ഭയങ്കര ചൂടാ. അങ്ങനെ അതുകൊണ്ട് ഓണമൊക്കെ അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം അല്ലേ? ഇനിയിപ്പം അങ്ങോട്ട് പോകണമായിരിക്കുമല്ലോ. അമ്മ വീട്ടിൽ പോകണമല്ലോ. പോണ്ടേ? അമ്മ വീട്ടിൽ പോകണം. ഇളങ്കാട് പോകണമല്ലേ? വൈകിട്ട് പോകണം. അതിന്റെ ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. തൊട്ട് താഴെ തോടല്ലേ, അവിടെ ആറ്റിച്ചാടല്ലോ. അപ്പൊ നമ്മളെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും കൂടെ സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അപ്പൊ എന്നാ പതുക്കെ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങുവാ. പോകുന്നതിന് മുന്നേ വല്ല കലം തല്ലിപ്പൊട്ടിയിലോ തലതല്ലിപ്പൊട്ടിയിലോ വല്ലതും വെക്കണമെന്ന് തോന്നുന്നുണ്ടോ? അടുക്കളയുള്ള കലവെല്ലാം എടുത്തു. ഇപ്പൊ തന്നെ തല്ലിപ്പൊട്ടിച്ചേക്കാം. ആണോ? കളകുന്നേ ഉള്ളൂ. അപ്പം ഹാപ്പി ഓണം. ഇവിടെ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതെ അതെ, കൊച്ചായിക്ക് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ്. ഈ റൂട്ടെ വരുമ്പം നൊസ്റ്റാൾജിക് അടിക്കുന്നുണ്ടോ? ആണോ? പറഞ്ഞതുപോലെ അവിടെയും തേക്കും ഇവിടെയും കൊണ്ട് അവളെ തേക്കും കൂപ്പിലോട്ട് വിട്ടോ. അങ്ങനെ തേക്കുമൂപ്പുള്ളത് നല്ലതല്ലേ? ഇവിടുത്തെ തേക്കുമൂപ്പില് ഇടയ്ക്കിടയ്ക്ക് കാട്ടുപോത്തൊക്കെ ചാടുന്ന. ഇപ്പൊ ഇന്ന് പക്ഷെ തിരക്ക് കുറവുണ്ട് കേട്ടോ.
അതെ, എന്നാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ഈ മുണ്ടക്കയത്തുനിന്ന് കോരത്തോട്ടിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീലാ. അതെ അതെ അതെ. എത്ര പോയാലും ഒരു മടുപ്പും വരുവേല. മുഴുവൻ തേക്ക് മൂപ്പല്ലേ, ആ, തേക്ക് പ്ലാന്റേഷനാണ്. പ്ലാന്റേഷൻ ഇതൊന്നും വെട്ടാറ് കുറെ ഇടയ്ക്കൊക്കെ വെട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും ഒത്തിരി നാളായെന്ന് തോന്നുന്നു വെട്ടിയിട്ട്. ആയി വരുന്നല്ലേ ഉള്ളൂ. നല്ല രസമല്ലേ. നല്ല മഴയും കൂടെ ഒക്കെ പെയ്ത് കഴിയുമ്പോ ഈ വഴി നല്ല. മഴയുടെ കാര്യം പറയാതെ അതെ, ഇത്രയും നേരമൊക്കെ പെയ്യാതെ നന്നായി. ഇനിയും നല്ല കാറ് കയറുന്നുണ്ട്, മഴക്കാറ്. മഴ പെയ്യാനുള്ള ലക്ഷണമൊക്കെ ഉണ്ട്, കാണുന്നുണ്ട്. എല്ലാരും സദ്യ കൊണ്ട് ക്ഷീണത്തിൽ എല്ലാരും ഉറക്കം കേട്ടോ. അതെ അതെ. ഇനി ചെന്ന് ഇനി അവിടുത്തെ സദ്യ കൂടെ കഴിക്കണം. എല്ലാവരും ഉറങ്ങി. അതെ, പാവം. കേശുവാണ് ചോറുണ്ടില്ല എന്നിട്ട് ഉറങ്ങി. അവിടെ ചെന്ന് കഴിച്ചില്ലെങ്കിൽ അച്ചമ്മച്ച നമ്മളെ ശരിയാക്കും. പപ്പാടെ കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പപ്പാടെ എന്റെയും കൂട്ടുകാരുടെ നാടല്ലേ ഇങ്ങനെ നമ്മള് കോരത്തോട് വന്നു കേട്ടോ. സിറ്റി കണ്ട പച്ചയുടെ സന്തോഷം. ആ അതുള്ളൂ. പിന്നെ നമ്മള് എനിക്കുള്ള നാട്ടിൽ വരുമ്പോൾ ഒരു സന്തോഷം ഇല്ലായിരിക്കും. അതെ, അതെ. നമ്മുടെ നാടും നമ്മുടെ സ്വർഗമല്ല ഇവിടെ അല്ലായിരുന്നു. ഇതിലെല്ലായിരുന്നു നമ്മൾ അടിച്ചു കളിച്ച് നടന്നതും സ്കൂളിൽ പോയതും തെന്നി വീണതും. ഇതിലൊക്കെ ഓടി ഈ വഴി എന്തായാലും വീണിട്ടുണ്ടെന്ന് അറിയാം. അത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ മൊത്തം ഉണ്ടക്കല്ലായിരുന്നു. വേളിൽ നിന്ന് ഇങ്ങനെ ഓടി ഇവിടെ വന്ന് വീഴും. ഒക്കെ അങ്ങനെ ആയിരുന്നു, ഒരു കാലഘട്ടമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ? ആണോ? ഉം. ഒറ്റ കുറ്റമില്ലായിരുന്നു. ഒറ്റ കുറ്റമല്ല, അടിപൊളി ഓണമായിരുന്നു അല്ലേ? അടിപൊളി. എല്ലാരും വന്നു. പിന്നെ ഇന്നലെ ലാലിമാമൻ വന്നു. ഉം. മാമൻ ഈയിടെ വന്നേച്ചല്ലേ പോയത്. ഒന്നിച്ച് പോയി. വിനോയ് മാമൻ ഉണ്ടായിരുന്നു, മക്കളെല്ലാരും വന്നു. പിന്നെ വലിയ മാമൻ ഉണ്ടായിരുന്നു, അവരുടെ മക്കളുണ്ടായിരുന്നു, കൊച്ചുമക്കളുണ്ടായിരുന്നു, മൊത്തം പേരും വന്നു. അപ്പൊ ഞങ്ങളൂടെ വന്നപ്പം നേരമായിട്ട് ഞാൻ ഇവിടെ നോക്കിയിരുന്നായിരുന്നു. അടുത്തേച്ചാ തിന്നാ പോയിരുന്നു, ആരെയും കണ്ടില്ല. അന്നേരം ഞങ്ങളും വന്നില്ലേ. അതിലിപ്പം വന്നപ്പോഴേ ഏറ്റവും അറിയുന്ന ജയമോനെ കണ്ടപ്പം മനസ്സിലായി. ജയമോനാന്ന് മനസ്സിലായി. ഇതാരാന്നാ പറഞ്ഞെന്ന് അറിയാവോ? ആ താഴത്തിലെ കൊച്ചാന്ന് പറഞ്ഞു. ആണോ? ഏതാ? ഇത്. പിന്നെ കേക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ മെമ്മറിയൊക്കെ പോകും അല്ലേ? അത്രയും പ്രായമായില്ലേ. അപ്പം ഓടി വന്ന് കയ്യെ പിടിച്ചപ്പോഴേ പറഞ്ഞു ഇവൻ വരുമ്പോഴേ എന്റെ കയ്യെ പിടിക്കും. ഒക്കെ ശരിയായി, ഓണം വന്നപ്പോ ഒക്കെ ശരിയായി. വന്നപ്പോഴേ പാട്ട് പാടി കേട്ടോ. ആണോ? എന്നാ ഓണപ്പാട്ട് എന്നായിരുന്നു? ആകെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ മെമ്മറി കയറി വരുന്നേ. അന്നേരം പാടും അല്ലേ? അവനാ പാടിയേ. അമ്മച്ചിയല്ലേ പാടിയേ? ഞാനാ പാടിയേ. ആ എന്നാ പാട്ടാ? എന്തേ തുമ്പി ഇതുള്ളാത്തേന്നോ? എന്നതാ പാടി ഓണപ്പാട്ട്? എന്തോ ഒരു പാട്ട് പാടിയായിരുന്നു. ആശുപത്രിയിലൊക്കെ കയറി കുറച്ച് മരുന്നൊക്കെ ചെന്നപ്പോഴത്തേക്കിനും ഉണ്ടായിരുന്ന മെമ്മറിയൊക്കെ പോയി. അതെ, എല്ലാവരും പിടിച്ചെടുത്തു. എല്ലാവരും പിടിച്ചെടുത്ത്. ഇവിടുന്ന് അവർ അങ്ങോട്ട് ഡീകോഡ് ചെയ്തല്ലേ. ഇന്നലെ എന്നെ ശകലം ഉറക്കിയില്ലടാ, ഒറ്റപ്പോളെ കണ്ണടച്ചില്ലേ. ആണോ? ഇപ്പഴേ ഉറക്കം വരുവാ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളും പതുക്കെ വന്നു. ഇനിയിപ്പം പതുക്കെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും പോയേക്കാം. അപ്പൊ നാളെ പോവാന്ന് പറയാമേ. ഇന്നിഞ്ഞി പോകണ്ട. നേരെ സന്ധ്യയായി അല്ലേ? നേരെ സന്ധ്യയായി, ഇനി പോകണ്ടേ? ഇനി എന്നതിനാ പോകണ്ട? അത് പറഞ്ഞാൽ പറ്റത്തില്ല, പോണം. എന്നാ പിന്നെ എന്തിനാ വന്നേ? ചാച്ചൻ അമ്മച്ചിക്ക് എപ്പോഴും ആരെങ്കിലും വേണം. ചാച്ചൻ 5 മണി എന്നൊരു സമയം ഉണ്ടേ നാമം ജപിക്കാൻ കയറും. ചാച്ചൻ നാമം ജപമായിട്ട് അങ്ങ് പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം കുഴപ്പമില്ലായിരുന്നു, നല്ല അടിപൊളി ഓണമായിരുന്നു, ഒറ്റ കുറ്റമില്ലായിരുന്നു. ഓണം വന്നു, ഓണക്കോടി ഇഷ്ടം പോലെ കിട്ടി. പിന്നെ അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ഓണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ചായബ്രോയുടെ വീട്ടിലൊക്കെ പോയി, അവിടെ നിന്ന് പോയി സദ്യയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു, നമ്മൾ കോരത്തോട് വീട്ടിൽ പോയി, അവിടുന്ന് സദ്യയൊക്കെ കഴിച്ചു. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ ഈ മണ്ണിടിഞ്ഞ് വീണിട്ടേ നമ്മൾ കയറി പോകുന്ന വഴിയെല്ലാം വൺ വേ ഒക്കെയാണ്. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് വരുന്ന വണ്ടി ഇടുക്കി കാണാൻ വന്നവരും എല്ലാം കൂടെ മൊത്തം ഫുൾ ബ്ലോക്കായിട്ട് കിടക്കാം. ഒരു അരമണിക്കൂറായി നമ്മൾ താഴെ വറത്ത് കിടന്നിട്ട് ഇപ്പം അനങ്ങാൻ തുടങ്ങിയതാ. എന്നാണ് ഓണം പ്രമാണിച്ച് നല്ല തിരക്കായിരുന്നു. ഇടുക്കി കണ്ടവരും വന്നവരും എല്ലാം തിരിച്ചു പോകുന്നവരും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഫുൾ ബ്ലോക്കാണ്. ഇത് ലക്ഷണം കണ്ടിട്ട് കുട്ടിക്കാനം വരെ ബ്ലോക്കാന്ന് തോന്നുന്നു കേട്ടോ. ഇത് അനങ്ങം പിന്നെ നിൽക്കും. പതുക്കെ ഇങ്ങനെ കയറി പൊക്കോണ്ടിരിക്കുന്നുള്ളൂ. വീണ്ടും ഇല്ല പിന്നെ താഴെയല്ല ഫുൾ ബ്ലോക്കാണ്. ഇപ്പൊ എത്ര നേരമായി അതിനകത്ത് ബ്ലോക്കിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. നോക്കിയാൽ ഈ ആൾക്കാരൊക്കെ ഇനി എപ്പോൾ ഇറങ്ങി ചെല്ലും അല്ലേ? മുമ്പേ വരെ താഴോട്ട് കുഴപ്പമില്ലായിരുന്നു. അത്
അതുപോലെ ഇനിയിപ്പോൾ ഈ വഴിയൊക്കെ എന്ന് ശരിയാകാനോ? വഴിയൊക്കെ ഇനി യുദ്ധകാല അടിസ്ഥാനത്തിലൊക്കെ ശരിയാക്കിയാലേ ഈ ഒരു ട്രാഫിക്കൊക്കെ കറക്റ്റ് ആകും. കാരണം വീതി കുറഞ്ഞ സ്ഥലത്തേ അവിടെ നമുക്ക് ആ മല ഇടിഞ്ഞ് കിടക്കുന്നില്ലേ, മണ്ണിടിച്ചിൽ